സോ ഹേ ഗൈസ് വെൽക്കം ടു ശിവ യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ പുതിയവരുടെ എല്ലാവർക്കും സാർ ഇന്നത്തെ വീഡിയോ തമിഴിൽ കണ്ട പോലെ പക്ഷെ ഒന്നും പറയാൻ വേണമെങ്കിൽ സ്പ്ലെൻഡർ ഡിസ്ക് വീഡിയോ ഒന്നും പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പ്ലെൻഡർ കണ്ടല്ലോ ഇതിൽ വന്നിട്ട് നമ്മൾ ആക്ച്വലി ഫ്രണ്ടിലൊരു യൂണിക്കോൺ ഡിസ്കൗണ്ട് ആണ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യാം കുറച്ച് ഷോക്കും കാര്യങ്ങളുണ്ട് മറ്റേ GS-ൻ്റെ ഒക്കെ ഷോക്ക് ഇരിപ്പുണ്ട് അത് കുറച്ച് ഷോക്ക് കാര്യങ്ങൾ വന്നതാണ് അപ്പോൾ ഈ ഫ്രണ്ടിൽ വന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ NS2 ഫുൾ ഡിസ്ക് കയറുന്നുണ്ട് ഐ മീൻ കൺവേർഷൻ കിറ്റാണ് കയറുന്നത് ഓൾറെഡി ഷൈൻ്റെ ഡിസ്ക് ഫ്രണ്ടിലുണ്ടായിരുന്നു അതിൽ നിന്ന് കൺവേർഷൻ കിട്ടായിരുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങൾ കാണുന്ന വീഡിയോ നമുക്ക് ചാനൽ പോയി ചാനൽ സബ്സ്ക്രൈബ് ആക്കാതെ ഇന്നത്തെ വീഡിയോട്ട് അപ്പോൾ ഫ്രണ്ട് വീലിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അഡാപ്റ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അഡാപ്റ്റർ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ ഷൈൻ്റെ അഡാപ്റ്റർ നമ്മൾ ചെയ്യുന്ന അഡാപ്റ്ററാണ് അപ്പോൾ ഹബിൽ രണ്ട് ഓൾട്രേഷൻസ് ഉണ്ട് 2 ഹോൾ ഉണ്ട് വരും അതിനകത്ത് വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ അപ്പം അഡാപ്റ്റർ വെച്ച് മുറുക്കിയിട്ട് നമുക്ക് ഡിസ്പ്ലേറ്റ് ഞാൻ പറഞ്ഞാൽ NS-ൻ്റെ പ്ലേറ്റ് ആണ് കയറുന്നത് റെഡിമീറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക അത് സെറ്റായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിപാടി ഏകദേശം അതിനകത്ത് ട്യൂബിനകത്ത് 4 കോയിലും കാര്യങ്ങളും നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഹൈറ്റായിട്ട് ഫിറ്റ് ചെയ്ത് കയറ്റുക എന്നുള്ളത് അപ്പോഴത്തേക്കും നമ്മുടെ കൊറിയേഴ്സിൻ്റെ കാര്യമാണ് മാക്സിമം ആയിട്ടുണ്ട് കേട്ടോ കുറേ ഹൈറ്റ്നെറ്റ് ക്ലാമ്പ് കിറ്റ് പിന്നെ ക്ലാമ്പ് മൽഗാർഡിൻ്റെ ക്ലാമ്പ് കിറ്റ് ഹൈറ്റ്നെറ്റിൻ്റെ ഫുൾ കിറ്റ് പോകുന്നുണ്ട് വിത്ത് ബൂട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതും പോകുന്നുണ്ട് പിന്നെ ഒരു SD വീൽ സെറ്റ് കൊണ്ട് കേട്ടോ ഇത്ര സാധനം നമ്മൾ കയറ്റുന്നത് അപ്പോൾ അത് KSRTCക്കും ഇത് DTDCയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം ഇത് ആദ്യം കൊടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഇനി ബാക്കി ആ വണ്ടി സെറ്റ് ചെയ്യാം ഫ്രണ്ട് സെക്ഷൻ കയറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ കണ്ടല്ലോ അഡാപ്റ്റർ അടിച്ച് ഡിസ്ക് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചെയ്തേക്കുന്നത് പിന്നെ വീല് കാര്യങ്ങളൊക്കെ സെൻറ്ററൊക്കെ തന്നെയാണ് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല പക്കയാണ് ഇപ്പുറത്ത് കണ്ടല്ലോ ഒരു ചെറിയൊരു സ്പേസർ എക്സ്ട്രാ ഇടേണ്ട വന്നു അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാനായിട്ട് ബാക്കിയെല്ലാം വണ്ടി കടന്ന സാധനങ്ങൾ തന്നെ ആക്സിൽ ഞാൻ അവിടെ മാറി കൊടുത്തിട്ടുണ്ട് വേറെ നമ്മൾ എക്സ്ട്രാ ആയിട്ടും ചെയ്യേണ്ട വന്നിട്ടില്ല അപ്പം ഇതാണ് നിലവിലത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ കാലിപ്പർ സൂട്ട് ചെയ്യണം അതിൻ്റെ ഫ്രണ്ടിൽ അതാണ് വർക്ക് അപ്പോൾ കാലിപ്പർ സൂട്ട് ചെയ്ത് ഞാൻ ബാക്കി കാണിച്ചത് വീല് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് വീല് നല്ല ഫ്രീ ആയിട്ടാണ് കറങ്ങുന്നത് ബ്രേക്ക് ഞാൻ കാണിച്ചത് കേട്ടോ ബ്രേക്കും കാര്യങ്ങളൊക്കെ ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ പരിപാടി ഇപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഇനി ഫ്രണ്ട് മൾഗാർഡ് വെക്കണം മാസ്ക് വെക്കണം ഇത് മാറ്റിയിട്ട് നമ്മൾ മറ്റേ ഫ്ലാറ്റ് ഡൂം ആക്കുന്നുണ്ട് ഓൾഡ് മോഡൽ അതാക്കുന്നുണ്ട് ആൻഡ് സൈഡ് ഡോർ കാര്യങ്ങളൊക്കെ കയറ്റാറുണ്ട് അവിടെ കയറ്റി ഒന്ന് വൃത്തിയാക്കിയ ശേഷം ഞാൻ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം വർക്ക് ഓൾമോസ്റ്റ് ചെയ്യാറ് ഇനി ഹെഡോടെ കയറ്റിയാൽ മതി ഹെഡിൻ്റെ കാര്യങ്ങൾ അടുത്താണ് വരുന്നത് അടുത്ത് നമുക്ക് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഫ്രണ്ട് മൾഗാർഡ് ട്വിസ്റ്ററിൻ്റെ മൾഗാർഡ് കേട്ടോ അപ്പം നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ക്ലാമ്പ് കിറ്റ് യൂസ് ചെയ്താണ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാമ്പ് കിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മൾഗാർഡ് ശരിക്കും ക്ലാമ്പ് കിറ്റിൽ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയത്തില്ല കാരണം മേടിക്കുന്നവർ തന്നെ പലരും ഈ ക്ലാമ്പ് ബെൻഡാക്കിയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ക്ലാമ്പ് കിറ്റ് വരുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാട്ടോ നമ്മൾ തരുന്ന LNGയും ട്യൂബ് നട്ടും ഇതുപോലെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കണ്ടല്ലോ ഇതുപോലെ ബാക്കിലത്തെ 2 ക്ലാമ്പ് നമ്മൾ നന്നായി നട്ട് യൂസ് ചെയ്ത് മൾഗാർഡിൽ ഫിറ്റ് ചെയ്യുക നമ്മൾ ചെയ്യുന്ന കേട്ടോ ഇപ്പം ഇതിങ്ങനെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയോട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാമ്പ് ഫിറ്റ് ചെയ്യില്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ മൾഗാർഡ് ഫിറ്റ് ചെയ്യുന്നത് അത് ഫ്രണ്ടിലത്തെ 2 ക്ലാമ്പ് ഇതിൻ്റെ അല്ല വരുന്നത് അപ്പം നമുക്ക് അടുത്ത ഇനിയും ഈ ഫ്രണ്ടിലത്തെ 2 ക്ലാമ്പ് കൂടെ നമുക്ക് ചേർത്ത് നമ്മുടെ വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യണം അതിന് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്യണം 2 കൂടെ ഇതിലോട്ടാണ് നമ്മൾ മൾഗാർഡ് സീറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇനി മൾഗാർഡ് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം നമ്മൾ മൾഗാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ കറക്റ്റ് നമ്മുടെ ആ ഫിറ്റിങ്സ് കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ നമുക്ക് മൾഗാർഡിൻ്റെ ഇത് കിട്ടും ഏകദേശം അടിയിലത്തെ ലുക്ക് ഞാൻ കാണിച്ചത് കണ്ടല്ലോ ഞാൻ അതിൻ്റെ അടിയിലത്തെ ലുക്ക് വരുന്നത് ഇത് ബെൻഡ് ആക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഡയറക്റ്റ് ഫിറ്റ് ചെയ്താൽ മാത്രം മതി ഞാൻ ഇനി ഈ 2 നട്ട് മാത്രം ഈ 2 നട്ടും താഴത്തെ നട്ടോടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി വരും ഞാൻ അതുപോലെ വെച്ച് മുറുക്കിയിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം മൾഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഈ ഒരു ഷേപ്പാണ് നമ്മൾ മൾഗാർഡ് ശരിക്കും പറഞ്ഞാൽ ട്വിസ്റ്ററിൻ്റെ കിട്ടേണ്ടത് വേറെ എന്ന് പറഞ്ഞാൽ അതിൽ പൊക്കി വെക്കും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ വണ്ടിക്ക് പക്കയായിട്ട് നമുക്ക് കവറപ്പായി നിൽക്കണം ഇതാണ് ഷേപ്പ് വരുന്നത് മറ്റേ ഒറിജിനൽ മൾഗാർഡിൻ്റെ ഷേപ്പ് വരുന്നതെന്ന് പറയുന്നത് ഇപ്പം ഈ ക്ലാമ്പ് ഞാൻ പറഞ്ഞില്ല ഈ ക്ലാമ്പ് കറക്റ്റ് ഫിറ്റ് ചെയ്യുവാണെങ്കിൽ മൾഗാർഡ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും ഇളക്കമൊന്നും വരത്തില്ല ഒരായിട്ട് പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല പക്കയായിട്ട് സെറ്റ് ചെയ്യാം അപ്പം ഒന്നുകൂടെ ആദ്യം പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇതിലിപ്പോൾ ട്വിസ്റ്ററിനെ മൾഗാർഡ് വെച്ചേക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാമ്പ് കിറ്റ് യൂസ് ചെയ്താണ് വെച്ചേക്കുന്നത് കണ്ടല്ലോ ക്ലാമ്പ് കിറ്റ് വന്നേക്കുന്നതാണല്ലോ സാധനം ഇതിൻ്റെ ഫിറ്റിങ്സ് ഞാൻ മൊത്തം വാങ്ങിയിട്ടുണ്ട് വേണ്ട കണ്ടിട്ടില്ല അതൊരു ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വീഡിയോ ആദ്യം കണ്ടു നോക്കാം മനസ്സിലാവും മാക്സിമം എന്നെ കൂടെ പറ്റാവുന്ന വൃത്തി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇനി പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വണ്ടിയിൽ ഇനിയും സൈഡ് ഡോർ കാര്യങ്ങളൊക്കെ കയറ്റേണ്ടതുണ്ട് അതിന് ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്ലാറ്റ് ഡൂമാണ് അതൊന്ന് മാസ്ക് കൂടെ വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു വണ്ടി ഒന്ന് വാഷ് ചെയ്ത് കസ്റ്റമർ വണ്ടി ഡെലിവറി ചെയ്യാം നമുക്ക് ഏതായാലും ബാക്കി സെറ്റ് ചെയ്യാം നമ്മുടെ വണ്ടിയുടെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആദ്യം വരെ നോക്കുകയാണെങ്കിൽ ഇപ്പം ആക്ച്വലി വന്ന് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും യൂണിക്കോണിൻ്റെ ഡിസ്കൗണ്ട് ആണ് നമ്മളത് മാറ്റിയിട്ട് നമ്മൾ അഡാപ്റ്റർ ചെയ്ത് യൂണിക്കോണിൻ്റെ ആ ഒരു ഹബിലോട്ട് അഡാപ്റ്റർ ചെയ്ത് വീൽ അയച്ചില്ല നമ്മൾ അയക്കാതെ തന്നെയാണ് ചെയ്ത് അഡാപ്റ്ററും ചെയ്ത് അതിലൊരു NS ഡിസ്ക് പ്ലേറ്റും ചെയ്ത് അതിൽ നമ്മൾ RT കാൽപ്പട്ട് സൂട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി കണ്ടല്ലോ ഇതാണ് ഇപ്പോഴത്തെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കസ്റ്റമർ പിന്നെ ഫ്രണ്ടിൽ എക്സ്ട്രാ ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് മൾഗാർഡ് വെക്കാൻ പറഞ്ഞാൽ അത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പം ഓവറോൾ ലുക്ക് ഉണ്ടല്ലോ പിന്നെ മൾഗാർഡ് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ മൾഗാർഡ് ക്ലാമ്പ് യൂസ് ചെയ്താണ് അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഡിഗ്രി വീഡിയോ വേറെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ വേറെ പോസ്റ്റ് ചെയ്ത് തരാം അതിന് വണ്ടി കണ്ടുവരാം മൊത്തത്തിൽ നൈസായിട്ടൊരു മോഡിഫൈഡ് വണ്ടിയാണ് കേട്ടോ നമ്മൾ കാണുമ്പോഴത്തേക്കും നല്ല വൃത്തിയുണ്ട് ബാക്ക് സ്റ്റോക്ക് ഷോക്ക് ആണെങ്കിലും കണ്ടല്ലോ വണ്ടി നല്ല ഷേപ്പാണ് വണ്ടി കാണാനായിട്ട് നമ്മൾ ഹൈറ്റിൻ്റെ കാര്യങ്ങളൊന്നും മാറേണ്ട വന്നിട്ടില്ല നല്ല നീറ്റ്
നീറ്റ് ആയിട്ടാണ് വണ്ടി ഇരിക്കുന്നത് കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി കസ്റ്റമർ നല്ല വൃത്തി കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയാണ്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വേറെ പരിപാടിയൊന്നും ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ക്ലച്ച് സൈഡ് കുറച്ച് പണിയുണ്ടായിരുന്നു, റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടിയെ പറ്റില്ല. ഇപ്പോൾ പിന്നെ നമ്മളൊരു ഫസ്റ്റ് മോഡൽ ഹെഡ്ലൈറ്റ് കൂടെ ചെയ്തിട്ടുണ്ട് അവിടെ, ഫസ്റ്റ് മോഡൽ ഹെഡ്ലൈറ്റ് കൂടെ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ കൊണ്ടുവന്ന വേറൊരു ചേഞ്ച് എന്ന് പറയുന്നത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ചാനൽ പുതിയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.